നൂറെ ഹബീബ് തങ്ങൾ ഉഡായിപ്പിന്റെ ഉസ്താദ്. അങ്ങനെയാണ് ചില ആളുകളെല്ലാം തങ്ങളെ പറയുന്നത്. സമൂഹത്തിൽ ഒരാൾ ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ധനം സമ്പാദിക്കുന്നത് തടയപ്പെടേണ്ടതല്ലേ? തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. ഒരാൾ ആത്മീയ ചികിത്സ എന്ന രീതിയിൽ യാതൊരു ഫലവുമില്ലാത്ത കാര്യങ്ങളിലേക്കും ആളുകളെ ക്ഷണിക്കുന്നതും തീർച്ചയായും നിർത്തലാക്കേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. എന്നാൽ ഒരാൾ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളെയും യത്തീമായ മക്കളെയും വിവാഹപ്രായം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെയും രോഗത്താൽ വലയുന്നവരെയും ചേർത്തു പിടിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലോ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? നൂറെ ഹബീബ് തങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഇദ്ദേഹം പലതരത്തിൽ ഇകഴ്ത്തപ്പെട്ടു. പ്രധാനമായും അതിനായി ജനങ്ങൾ ഉപയോഗിച്ചത് തട്ടിപ്പുകാരൻ എന്നുള്ളത് തന്നെ. ആദ്യം ഇദ്ദേഹം തങ്ങളാണോ അല്ലയോ എന്നായിരുന്നു പലരുടെയും സംശയം. എന്നാലും തങ്ങൾ തന്നെയാണോ തങ്ങളെ? അപ്പോൾ നാട്ടുകാരുടെ പ്രതികരണമെത്തി. തീർച്ചയായും അദ്ദേഹം തങ്ങളാണെന്നും അദ്ദേഹത്തിന്റെ പിതാവ് തങ്ങളായതുകൊണ്ട് അതൊരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും സർവർക്കും മനസ്സിലായി. അപ്പോഴതാ ചില ആളുകൾ ഇദ്ദേഹത്തെ വിമർശിക്കുവാനുള്ള കാരണങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ പലതരത്തിൽ ഇദ്ദേഹത്തെ തകർക്കാനും ശ്രമിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. എത്രയേറെ ആളുകൾ ഇദ്ദേഹത്തെ ഇകഴ്ത്താനും മോശവൽക്കരിക്കുവാനും ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഉയർച്ച കൂടി വന്നു. ഒരു കാര്യം മനസ്സിലാക്കാം, അള്ളാഹു ഒരാളെ വളർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് തടുക്കാൻ ആർക്കും തന്നെ ആകില്ല. നിഷ്പക്ഷമായി തങ്ങളെക്കുറിച്ച് പറയട്ടെ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ അത് ഏത് മതത്തിലാണെന്ന് നോക്കാതെ അവരുടെ വിവാഹമെന്ന സ്വപ്നം സഫലീകരിച്ച് ആ പൊന്നുമക്കളുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കുന്ന തങ്ങളുടെ മദ്ഹ് ലംഘിത്തിങ്കി പൊങ്ങേണ്ടതല്ലേ? വീടില്ലാത്ത ഒട്ടേറെ കുടുംബങ്ങൾക്ക് വീടും യത്തീം കുടുംബങ്ങളെ ഏറ്റെടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളും തങ്ങൾ ചെയ്യുന്നത് പുണ്യകരമായ കാര്യമല്ലേ? ഇത് തന്റെ വകയല്ലെന്നും തന്റെ നൂറെ ഹബീബ് മുത്തുമണികളുടെ വകയാണെന്നും യാതൊരു മടിയുമില്ലാതെ തുറന്നു പറയുന്ന തങ്ങൾ അപ്പോഴും എങ്ങനെയാണ് തട്ടിപ്പുകാരനായി മാറുന്നത്? അതല്ല, ഇത്രയും കാശും വെച്ച് ഈ തങ്ങൾക്ക് എന്താണ് സുഖമില്ലേ? മൗലീദ് ചൊല്ലിയിരിക്കുന്നു ദിവസവും 2-3 മണിക്കൂറുകളോളം. ഇനി തട്ടിച്ചും വെട്ടിച്ചും തങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യാനാണ് എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ പുതിയ വിവാദത്തിലേക്ക് വരാം. തങ്ങളുടെ വിഗാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അദ്ദേഹം വിഗ് വെച്ചുകൊണ്ട് ഉംറ ചെയ്തെന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ. ഇത് എങ്ങനെയെന്നാൽ തങ്ങൾ തന്നെ ഒരു വീഡിയോയിലൂടെ അത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി കാര്യം വഷളായി. പലരും പ്രതികരിച്ചു. സത്യത്തിൽ അങ്ങനെ ഉംറ ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ തങ്ങൾ ഉംറ ചെയ്തിട്ടില്ല എന്ന് തങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇനി തങ്ങൾ ഉംറ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും മുടി കൂട്ടുന്നവളെയും കൂട്ടിക്കുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അത് തങ്ങളായാലും ശരി, പെങ്ങളായാലും ശരി. അതല്ല, ആഖിറം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സൗന്ദര്യം ശ്രദ്ധിക്കാൻ കഴിയുക? അതല്ല, അതൊന്നും ശരിയായ പ്രവർത്തനവുമല്ല. ഇനി പറയട്ടെ, നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ജനനം കൊണ്ടും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടും മഹത്വമുള്ള വ്യക്തി തന്നെ. അദ്ദേഹത്തെ കൂടുതലായി സമൂഹത്തിൽ മോശവൽക്കരിക്കുന്നത് ഒരർത്ഥത്തിൽ കുറ്റകരം തന്നെ. കണ്ടില്ലേ, മൂത്തിച്ചില്ലാന വ്യക്തി മക്കളുണ്ട്, വാപ്പയില്ലാത്ത യത്തീമാണ്. യത്തീമിനെ ചെറിയ മക്കളാ, 1 വയസ്സ് 8 മാസം പ്രായമുള്ള മക്കളാ. അവരാണ് നമ്മൾ വിജയം. അള്ളാഹു അവരുടെ കാവലും അള്ളാഹു നമുക്ക് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് താലികെട്ട് തുടങ്ങുകയാണ്. താലികെട്ടി കഴിഞ്ഞാലുടൻ ഇൻഷാ അല്ലാഹ് നിക്കാഹാണ്. 1/2 മണിക്കൂർ കൊണ്ട് നിക്കാഹ് ചെയ്ത് ഇൻഷാ അല്ലാഹ് താലികെട്ട് തുടങ്ങുകയാണ്. താലികെട്ടി കഴിഞ്ഞാലുടൻ ഇൻഷാ അല്ലാഹ് നിക്കാഹാണ്. പിന്നെ ഒരു വളരെ വിഷമമുള്ളൊരു കാര്യം പറയാൻ അറിയോ, ഇന്നും ചോറ് തികയില്ല തോന്നുന്നുണ്ട്. മജ്‌ലിസ് ഞങ്ങൾ മൗലൂദ് തുടങ്ങി കേട്ടോ.